ഞാൻ തുറന്ന സിജു നോക്കട്ടെ സാധനം എന്തൊക്കെയുണ്ട്. എന്തൊക്കെയോ സിജു കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നു ഇവിടെ. എന്തൊക്കെ പച്ചമരുന്ന് സംബന്ധമായിട്ടാണ് സിജു ഇവിടെ കൊടുക്കുന്നത്. ഞാനാക്കി തരണ്ട അപ്പം മേടിക്കണ്ട. ചൂടാക്ക് പൊട്ടി വാങ്ങിക്കും മൂക്ക് വേണ്ടേ മൂക്കടപ്പ് അതേപോലെ ഇത് എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടല്ലോ, ജലദോഷം കാര്യങ്ങളൊക്കെ. റിയാസ് ആകെ കേട്ടോ. ഇതൊക്കെ എന്തൊക്കെ കുട്ടികൾ ഉപയോഗിച്ച് ഷിജുവിൻ്റെ മരുന്ന് കിട്ടിയിട്ട് എല്ലാ അസുഖങ്ങളും മാറി. പലവിധ ഐറ്റംസ് കൊണ്ടുപോകാൻ വന്നത് ഇവിടെ. ഏതായാലും കുറേ ഹെർബൽ സംബന്ധമായിട്ടൊക്കെയാണ്. ഏതായാലും ഷിജു കച്ചവടം രാത്രിയിലും കച്ചവടം നടക്കുന്ന ആളാണ്. അത് കുഴപ്പമില്ല, ഇത് കെമിക്കലില്ല, ഫുഡ് പാർട്ടാണ്, സൈഡ് എഫക്റ്റോ കാര്യങ്ങളില്ല. സൈഡ് എഫക്റ്റ് ഒരു കാര്യമില്ല. ഒരു സ്പൂണായിട്ട് കുടിച്ചില്ല. അല്ല അതല്ല പറഞ്ഞു, എനിക്ക് മനസ്സിലായി. തീരെ പോണില്ല. ഇതെന്താ പ്രശ്നം? ഇതെന്ത് മെച്ചെന്ന് വെച്ചാൽ നെഞ്ചിച്ച് മാത്രമല്ല, നമ്മളെ ദഹനം കാര്യങ്ങൾ നമ്മൾ പള്ളർച്ച് ഭക്ഷണം കഴിച്ച് ഞാൻ പണ്ട് സോഡ എടുക്കുന്ന പരിപാടി തന്നെ. അത് കുടിക്കാൻ പാടില്ല കേരളം. പക്ഷെ അതിന് പകരം ഇത് കുടിക്കുമ്പോൾ രാത്രി ഭക്ഷണം കഴിച്ച് ഇത് കുടിച്ച് കഴിഞ്ഞാൽ ദഹനത്തിൻ്റെ പ്രവർത്തനമൊക്കെ പക്ക ക്ലിയറാവും. അതുപോലെ വയറിൽ പുണ്ണ്, വായ്പുണ്ണ്, അങ്ങനെയൊക്കെ പക്ക റിസൾട്ട്. ലിവറിൻ്റെ ഫങ്ഷൻ കയറാത്ത ഇത് കൊണ്ടുപോയില്ലേ? അടുത്ത മാസം പൈസ കയറുള്ളൂ. ആയില്ലേ? അടുത്ത മാസം 1-ാം തീയതി ഒന്നും ചോദിക്കരുത്. വിളിച്ചിട്ട് തരും. കട കൊടുക്കട്ടെ ഷിജു, ആയിരങ്ങൾ കിട്ടാണ്ടാവും. ആൾക്കാർ കടം കൊടുക്കും. അപ്പം ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഷിജുവിനെ സന്ദർശിച്ചോളി. ഷിജു ബാഗും കൊണ്ട് രാത്രി ആണെങ്കിൽ രാത്രി കച്ചവടം ചെയ്യുന്ന ആളാണ്. നേരം കാലമൊന്നും ഇല്ലാന്ന് പറഞ്ഞേ. അപ്പം ഏതായാലും ക്ഷീണിച്ച ഷിജുവിനെ നമ്മള് നല്ല സാധനം, ഒരു എന്താ ഇത് ഞാൻ ഉപയോഗിച്ച സാധനം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വാങ്ങണത്. പിന്നെ ഇത് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ചതാണ്. എന്താ നല്ല ഫ്രഷ്നെസ് എപ്പോഴും വായ അതിൻ്റെ ഫ്രഷ്നെസ് ഇങ്ങനെ അവിടെ കീപ്പ് ചെയ്ത് പോകും. ബാക്കി പേസ്റ്റിൻ്റെ മാതിരി കൂടുതൽ മറ്റേ ഇതില്ല. ഇതാണ് അപ്താരം. ഷിജുവിന് കുറച്ച് കച്ചവടം കാലം കിട്ടിയിട്ടുണ്ടോ ഷിജു? കെമിക്കലും കാര്യങ്ങളും ഈ വീഡിയോയിലേ കുറച്ച് ആൾക്കാർ കണ്ടോളൂ. പത വരാൻ വേണ്ടിയിട്ട് എപ്പോൾ വിളിച്ചാലും കിട്ടില്ല. അത് കുറവാണ്. ഓക്കെ, ആയിക്കോട്ടെ.